ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പൊള്ളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എങ്ങനെ നമുക്ക് മിലിറ്ററി ഡയറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ മിലിറ്ററി ഡയറ്റിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ പോയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് മിലിറ്ററി ഡയറ്റ് കാണിക്കാനെന്ന്. അപ്പോൾ എനിക്ക് ഇന്നലെ അത് കാണിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വേറെ ഫുഡ് എടുത്ത് പോയി. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മിലിറ്ററി ഡയറ്റ് പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് മിലിറ്ററി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ മിലിറ്ററി ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 days ഡയറ്റാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാത്തതിൻ്റെ കാരണം ഇത് അത്ര നല്ലതല്ല, അതുപോലെ തന്നെ ഹെൽത്തി അല്ല. കാരണം ഇതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അതായത് ബിസ്ക്കറ്റ്, ഐസ്ക്രീം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് അല്ല. ഒരു മാക്സിമം നമുക്കൊരു 3 days ഒക്കെ എടുക്കാം. അത് വീക്ക്ലി 3 days ഒക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി 4 days നല്ല ഹെൽത്തി ഫുഡും പിന്നെ ഒരു 3 days ഈ ഡയറ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഇത് ബേസിക്കലി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അപ് ടു 1 kg 0.5 kg വരെയൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നൊരു ഡയറ്റാണ്. അപ്പോൾ ഇതൊരിക്കലും കണ്ടിന്യൂ ചെയ്ത് എടുക്കാതിരിക്കുക. അപ്പോൾ ഒരു വീക്ക്ലി 3 days അടുപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് കേട്ടോ. അപ്പം ഇതിലെന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡേ 1, ഡേ 2, ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൽ തന്നെ പല ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റം തന്നെ നിങ്ങൾ കഴിക്കണമെന്നില്ല. അതിൽ ഞാൻ ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എന്തൊക്കെ എടുക്കാം, എന്തൊക്കെ എടുക്കാതെല്ലാം എടുക്കരുത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നതും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഡയറ്റ് പ്ലസ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. മിലിറ്ററി ഡയറ്റ് ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ്. അത് ഇച്ചിരി ടഫായിരിക്കും. ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കഴിക്കാം, രണ്ടാമത്തെ ദിവസം ഒന്നും കൂടെ കുറയും, മൂന്നാമത്തെ ദിവസം ശരിക്കും കുറയും. അതിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ വരുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 2 വിൻഡോ ഉള്ളൊരു ഡയറ്റാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈറ്റിംഗ് വിൻഡോയും മറ്റേത് ഫാസ്റ്റിംഗ് വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കുടിക്കാം. എന്ത് കുടിക്കാം? നമുക്ക് ലിക്വിഡ് ഡയറ്റ് എടുക്കാം. അതായത് നമുക്ക് വെള്ളം കുടിക്കാം, കട്ടൻ ചായ, കട്ടൻ കാപ്പി വിത്തൗട്ട് ഷുഗർ നമുക്ക് എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, മിൻറ്റ് ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അതുപോലെ മിൻറ്റിട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനത്തെ ഒക്കെ കുടിക്കാം. അങ്ങനെ ലിക്വിഡ് എടുക്കാം. പാൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും എടുക്കരുത്. അതിന് വരെ കട്ടൻ ചായ, കട്ടൻ കാപ്പിയിലേക്ക് എടുക്കാം. ജ്യൂസും മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ പറ്റുന്നൊരു ജ്യൂസ് ഐറ്റം എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് കുടിക്കാം വിത്തൗട്ട് ഷുഗർ, അതും കുടിക്കണമെന്നേ ഉള്ളൂ. ചിയ വാട്ടർ കുടിക്കാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോ. ഇനി ഈറ്റിംഗ് വിൻഡോയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളതിനെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു റേഷ്യോ ഉണ്ട്. അതായത് ഒന്നാമത്തെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസം എന്ന് പറയുമ്പോൾ 24 hours ആണ്. അതിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ 12 hours, ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ 12 hours. ഇത് ഒരു ടൈപ്പ് ഓഫ് ചാലഞ്ചാണ്. അപ്പോൾ 12:12. അപ്പോൾ ഈറ്റിംഗ് വിൻഡോ 12, ഫാസ്റ്റിംഗ് വിൻഡോ 12. ഇനി അടുത്തൊരു റേഷ്യോ എന്ന് പറയുന്നത് 16:8 ആണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതെന്ന് പറയുന്നത് 16 hours ഫാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 8 hours തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ 8 hours കഴിച്ചുകൊണ്ടിരിക്കാമെന്നല്ല, അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അടുത്തെന്ന് പറയുന്നത് 10:14 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൽ 14 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, 10 hours നമ്മൾ കഴിക്കുന്നു. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്ലസ് മിലിറ്ററി ഡയറ്റാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 9 to 5 ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 8 മണിക്കൂർ ഞാൻ കഴിക്കുന്നുണ്ട്, 16 മണിക്കൂർ ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 9:5 ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റുന്നവരൊക്കെ ചാലഞ്ച് എടുക്കണം. ഒരുപാട് വെയിറ്റ് കുറയില്ലെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഒരിക്കലും ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യരുത്. വീക്ക്ലി വൺസ് അടുപ്പിച്ച് 3 days ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടാലോ ഞാൻ എന്താ മോർണിംഗ് കഴിച്ചതെന്നുള്ളത്. പിന്നെ ഞാൻ കഴിക്കാൻ പോകുന്ന ഇത്രയാണ്: ഒരു ഓംപ്ലേറ്റ്, ഒരു ബ്രെഡ് ടോസ്റ്റ്, ഒരു ഓറഞ്ച്, പിന്നെ ഒരു ചൂട് കട്ടൻ ചായ. ഇതാണ് കേട്ടോ എൻ്റെ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, പക്ഷെ ഒന്ന് കുടൽ വരെയുന്നു. അപ്പോൾ എൻ്റെ ലഞ്ച് ഇതാണ് കേട്ടോ. ഞാൻ മൈക്രോവേവ് ചെയ്തിട്ടുണ്ടായിരുന്നു വീറ്റ് ബ്രെഡ്, പ്ലസ് ഞാൻ കുക്കർ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്, വേവിച്ചിട്ട് മാത്രം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു നമ്മുടെ ബ്ലാക്ക് ടീ ആണ്, വിത്തൗട്ട് ഷുഗർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് ടീക്ക് പകരം ബ്ലാക്ക് കോഫി എടുക്കാം, അത് വിത്തൗട്ട് ഷുഗർ എടുക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ സ്റ്റീവിയ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ശരിക്കും പറയുവാണെങ്കിൽ വിത്തൗട്ട് ഷുഗറാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ചിക്കനൊക്കെ അധികം ഫ്രൈ ചെയ്യാത്ത പോലെ വെക്കണം. ശരിക്കും പറയുന്നൊരു 1 cup ട്യൂണ എന്നാണ്, പക്ഷെ നമുക്ക് ലീൻ ആയിട്ടുള്ള ഏത് മീറ്റും എടുക്കാം. ഞാൻ എടുക്കുന്നൊരു 4 piece കുഞ്ഞൊരു ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ഡേ 1 ഡിന്നർ. ഞാൻ ഒരു ആപ്പിൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലസ് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ട്, കുറച്ച് ചിക്കനും ഉണ്ട്, 1 കപ്പ് നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മിലിറ്ററി ഡയറ്റിൻ്റെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് മെനു. ഹായ് ഹലോ ഗായ്സ്, അപ്പം മിലിറ്ററി ഡയറ്റിൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മുടെ ഡേ 1 നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് ടയേർഡായി, നന്നായിട്ട് എക്സോസ്റ്റഡായി, കാരണം നമ്മൾ പെട്ടെന്നൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലേക്ക് നമ്മൾ പോയതല്ലേ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ക്രേവിങ്സ്, എനിക്ക് നന്നായിട്ട് ക്രേവിങ്സ് ഉണ്ടായി, ഷുഗർ ക്രേവിങ്സ് ഉണ്ടായി, എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് സക്സസ്ഫുള്ളി ഞാൻ ഡേ 2 വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ മാക്സിമം നമ്മൾ വെള്ളം കുടിക്കുക, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കുക്കുംബർ സ്ലൈസൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അതല്ലാതെ നമ്മൾ വേറൊന്നും കഴിക്കാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഡേ 2 ഞാൻ വന്നിരിക്കുകയാണ്. അത്യാവശ്യം ഞാൻ കുഴപ്പമില്ല, എനിക്ക് അത്രയ്ക്കും വലിയ പ്രോബ്ലംസോ അങ്ങനെയൊന്നും കാര്യങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഡേ 2 എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ടോസ്റ്റഡ് ബ്രെഡിൽ ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വിത്ത് ആപ്പിളാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് കുടിക്കാം. എനിക്ക് മിൽക്ക് തന്നെ കുടിക്കുന്നത് കൊണ്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് കോഫിയാണ് കേട്ടോ, വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഡേ 2 ലഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഡേ 2 ലഞ്ചിൽ ഞാൻ എടുത്തേക്കുന്നത് 2 മുട്ട ബുൾസൈ ആണ്. നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയതും കഴിക്കാം. ഞാൻ പിന്നെ എടുത്തേക്കുന്ന ഒരു കട്ടൻ ചായയാണ് വിത്തൗട്ട് ഷുഗർ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ബിസ്ക്കറ്റ് മൊണോക്കോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോൾട്ടി ക്രാക്കേഴ്സ് എടുക്കാം. 5 എണ്ണമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ മൊറോക്കോ കുഞ്ഞായതുകൊണ്ട് ഞാനൊരു 8 എണ്ണമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാക്ക് പൊട്ടിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ 2 ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഡേ 2 നമ്മുടെ ഡിന്നർ. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നല്ലേ പാത്രം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ക്യാരറ്റ് ഒന്ന്, ഒരു കുക്കുംബർ, പിന്നെ നമ്മുടെ കൈപ്പത്തിയുടെ ആ ഒരു അത്രയും സൈസിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ കൈയുടെ നടുക്കത്തെ ഒരു വട്ടമില്ലേ, അപ്പോൾ അത്രയും ഒരു അളവിലാണ് ഞാൻ ചിക്കൻ എടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു അളവിലാണ്, പാം സൈസിലാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് യോഗേർട്ടാണ് കേട്ടോ, ഫ്ലേവേർഡ് യോഗേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മാംഗോ ആണ് കേട്ടോ. എനിക്ക് സ്ട്രോബെറിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇച്ചിരി മാംഗോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ ഇനി നാളെ 3rd ഡേ മിലിറ്ററി ഡയറ്റിൽ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് കാണിക്കാവേ. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാവേ. രാവിലെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ഇന്നിവിടെ എല്ലാവർക്കും അവധി പ്രഖ്യാപിച്ചേക്കാണ് കേട്ടോ, സ്റ്റുഡൻസിന് എല്ലാവർക്കും. സാധാരണ അവധി പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെയിലായിരിക്കും, പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് അടിപൊളി മഴയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്. അങ്ങനെ നമ്മൾ 3rd ഡേ ഓഫ് മിലിറ്ററി ഡയറ്റിലേക്ക് വന്നേക്കാണ്. സക്സസ്ഫുള്ളി ഞാൻ 2 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല 2 ഡേയ്സ് എനിക്ക് ഇങ്ങനെ ക്രേവിങ്സിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്, 3rd ഡേ എത്താൻ പറ്റുമെന്ന്. എനിവേ സക്സസ്ഫുള്ളി ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അത്യാവശ്യം ടയേർഡോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എക്സോസ്റ്റോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ ഇന്ന് 3rd ഡേ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മിലിറ്ററി ഡയറ്റ് ഇന്ന് എൻഡ് ചെയ്യുകയാണ്. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചെന്ന് കണ്ടാലോ. അപ്പം എൻ്റെ ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞാൻ മുട്ട ബുൾസയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ മഞ്ഞക്കരം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അത് കളയാൻ പറ്റത്തില്ലാത്തതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ്. പിന്നെ എനിക്ക് വേണ്ടത് 8 മൊണോക്കയാണ്. ഞാൻ ആ പാക്കറ്റോടെ വെച്ചെന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ 8 എണ്ണേ കഴിക്കുകയുള്ളൂ. പിന്നെ കട്ടൻ ചായ ഓപ്ഷണലാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ കട്ടൻ ചായ എടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. അപ്പം ഡേ 3 എൻ്റെ ലഞ്ചാണ് കേട്ടോ. ഞാനൊരു ബ്രെഡ്, ഇവിടെ ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ഓംലേറ്റ് കൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ മീൽ പ്ലാനിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ 3rd ഡേയിലെ ഡിന്നറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന വൻപയർ കുറച്ച് എണ്ണ വെച്ചിട്ടൊന്ന് മെഴുക്കുവരട്ടി പോലെ വെച്ചു, അതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫ്ലേവേർഡ് യോഗേർട്ട്, ഇന്ന് ഫ്ലേവർ സ്ട്രോബെറി ആണ് കേട്ടോ. പിന്നെ ഞാനൊരു ഓറഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലാസ്റ്റ് മീൽ പ്ലാൻ. അങ്ങനെ ഞാൻ എൻ്റെ മിലിറ്ററി ഡയറ്റ് 3 ഡേയ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 4th ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അതെന്തോരം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന്. ഇനിഷ്യലി എൻ്റെ ഫേസ് നല്ല ചബ്ബി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അത്യാവശ്യം എൻ്റെ ഫേസ് ഒന്ന് ലീനായിട്ട് വന്നിട്ടുണ്ട്.
അടിപൊളി ഡയറ്റാണ് കേട്ടോ. സംഭവം നമുക്ക് നല്ല വർക്കിംഗ് ആണ്. ചിലവർക്ക് 3 kg കുറയും, ചിലർക്ക് 1 kg, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമുക്ക് ചിലവർക്ക് മെറ്റാബോളിസം കൂടുതലായിരിക്കുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ വർക്കിംഗ് ഡയറ്റാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഓപ്ഷൻസൊക്കെ കറക്റ്റ് രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ കറക്റ്റായിട്ട് എടുത്തെടുത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കിംഗ് ഡയറ്റാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ലോങ് ടേം ചെയ്യാതിരിക്കുക. അതായത് 3 days മാത്രം മിലിറ്ററി ഡയറ്റ് എടുത്തിട്ട് വീക്ക്ലി, എന്നിട്ട് ബാക്കിയുള്ള 4 days നോർമൽ ഡയറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊരു സൈക്കിൾ പോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 3 days മിലിറ്ററി ഡയറ്റ്, 4 days നമുക്ക് ആവശ്യത്തിനുള്ള കാലറികളുള്ള ഡയറ്റ്. മിലിറ്ററി ഡയറ്റ് എടുത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊന്നും ഉള്ളവർ എടുക്കാതിരിക്കാനാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് വേണേൽ കാണാനായിട്ട്. ബൈ.